ഇനി നമുക്ക് മലയാളികൾക്ക് വലിയ അഭിമാനമാകുന്ന ഒരു പെൺകുട്ടിയുടെ സാഹസിക നിറഞ്ഞ ജീവിതയാത്രയെക്കുറിച്ചാണ്. പാലക്കാട് ജില്ലയിലെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള പട്ടാമ്പിയിലെ അതുല്യയെക്കുറിച്ച് സോഷ്യൽ മീഡിയ പരതുന്ന എല്ലാ മലയാളികൾക്കും വ്യക്തമായി അറിയാം. ലോകത്തിൻ്റെ സ്പന്ദനം നിലയ്ക്കാതിരിക്കാൻ അതുല്യയുടെ കരസ്പർശം വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ആഴക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് നിഷ്പ്രയാസം നീന്തി ചെല്ലുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കമേഴ്ഷ്യൽ ഡൈവറാണ് KV അതുല്യ. അതുല്യ നമ്മളോടൊപ്പം വൈകാതെ ലൈവിൽ ചേരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനു മുൻപ് അതുല്യയെക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം. പട്ടാമ്പിയിൽ കടലില്ല. ആകെയുള്ളത് പെരുമഴക്കാലത്ത് മാത്രം നിറഞ്ഞൊഴുകുന്ന ഭാരതപ്പുഴ മാത്രം. പട്ടാമ്പിക്കടുത്ത് മുതുമല ഗ്രാമത്തിലെ കരുവാൻപടിക്കാരിയായ KV അതുല്യ കൂട്ടുകൂടിയത് കടലിനോടായിരുന്നു. സാഹസികമായി കടലിന്റെ അടിത്തട്ടിലേക്ക് ഡൈവ് ചെയ്തു പോയി ലോകത്തിന്റെ നിർണായകമായ നിലനിൽപ്പ് തന്നെ ഉറപ്പാക്കുന്ന ദൗത്യമാണ് ഈ പെൺകുട്ടി തന്റെ ജീവിതമാർഗമായി തെരഞ്ഞെടുത്തത്. അതായത് നമ്മുടെ വീടുകളിലേക്കും ഓഫീസുകളിലേക്കുമെല്ലാം തടസ്സമില്ലാതെ ഇന്റർനെറ്റ് എത്തിക്കുന്നതിനും പാചകവാതകം മുടങ്ങാതിരിക്കുന്നതിനുമെല്ലാം പിന്നിൽ നമ്മളൊന്നും കാണാത്ത കടലാഴങ്ങളെ തൊഴിലിടമാക്കി തെരഞ്ഞെടുത്ത അതുല്യയെപ്പോലുള്ളവരാണ്. സ്കൂബ ഡൈവിംഗ് കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ നടത്തുന്ന ഉല്ലാസമാണ്. അതുല്യയ്ക്ക് പക്ഷേ അത് ജോലിയാണ്. ഏറെ അപകട സാധ്യത നിറഞ്ഞ ഉപജീവന മാർഗമാണ്. കടലിനടിയിലൂടെ പോകുന്ന എണ്ണ വാതക പൈപ്പ് ലൈനുകളോ ഇന്റർനെറ്റ് കേബിളോ തകരാറിലായാൽ വെൽഡിംഗ് അടക്കമുള്ള അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് ഇവരാണ്. തന്ത്രപ്രധാന പൈപ്പ് ലൈനുകളുടെയും കേബിളുകളുടെയും പരിപൂർണ പരിപാലന ചുമതല അതുല്യയെപ്പോലുള്ള കൊമേഴ്സ്യൽ ഡൈവർമാരുടെ ഉത്തരവാദിത്തമാണ്. കോവളം, കൊച്ചി, ആൻഡമാൻ ദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നാണ് അതുല്യ സ്കൂബ ഡൈവിംഗ് പരിശീലനം നേടിയത്. കൊച്ചിയിൽ നിന്നാണ് സൗത്ത് ആഫ്രിക്കയിലേക്ക് അവസരം ലഭിച്ചത്. 12 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന പരിശീലനമാണ് സ്കോളർഷിപ്പോടുകൂടി അതുല്യയുടെ ജീവിതം മാറ്റിമറിച്ചത്. കൊമേഴ്ഷ്യൽ ഡൈവിംഗിൽ നമ്മൾ കുറച്ചും കൂടി ഹെവി എക്യുപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്കൂബ ആകുമ്പോൾ റിക്രിയേഷണൽ ഏരിയ ആണ്. സോ ഉണ്ട്, ഹെവി ആണ്. ബട്ട് അതിലും നമുക്ക് കുറച്ചും കൂടി ഈ എക്യുപ്മെന്റ്സ് എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ എർത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒരു തരത്തിൽ നമ്മൾ ആ ഒരു പൊസിഷൻ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എർത്തായിട്ട് ചിലപ്പോൾ മരണത്തിലേക്ക് വരെ പോകാനുള്ള ചാൻസസുകൾ ഉണ്ട്. പിന്നെ ഡൈവിങ്ങിലാണെങ്കിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഓവർകം ചെയ്തിട്ട് മുന്നോട്ട് പോകാന്നുള്ള ഓരോ ദിവസവും നമുക്ക് റിസ്ക് തന്നെയാണ്. ഭാരമേറിയ സാങ്കേതിക സുരക്ഷാ സംവിധാനമൊക്കെയായി മണിക്കൂറുകളോളം കടലിനടിയിൽ കഴിയണം. ആക്രമണകാരികളായ മത്സ്യങ്ങളും മറ്റ് ജീവജാലങ്ങളും പലപ്പോഴും ഭീഷണിയാകാറുണ്ട്. എന്നാൽ ഈ തൊഴിലിനോടുള്ള അതീവ താല്പര്യം കാരണം എല്ലാ അപകട സാധ്യതകളെയും നേരിടാൻ തീരുമാനിക്കുകയായിരുന്നു. ശക്തമായ അടിക്കടൽ പ്രവാഹങ്ങളെയും സ്റ്റോൺ ഫിഷ്, സ്റ്റിംഗ്രേ പോലുള്ള അപകടകാരികളായ സമുദ്രജീവികളെയും നേരിട്ടുകൊണ്ടാണ് അവർ ദൗത്യങ്ങൾ പൂർത്തിയാക്കുന്നത്. കടലിനടിയിൽ തിരുവനന്തപുരം തീരത്തുണ്ടെന്ന് പറയപ്പെടുന്ന ഗുഹകൾ, കുഞ്ഞാലിമരക്കാരുടെ ഒളിത്താവളമെന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത് പുരാതന ബോട്ടുകളുടെയും പീരങ്കി ആക്രമണങ്ങളുടെയും ശേഷിപ്പുകളായ തെളിവുകൾ എന്നിവയുണ്ടെന്ന സംശയമായി രേഖപ്പെടുത്തണമെന്നതാണ് അതുല്യയുടെ സ്വപ്നങ്ങളിലൊന്ന്. നമ്മുടെ നാട്ടുകാരിയായ ആഴക്കടലിനടിയിലെ സാഹസിക ദൗത്യം ജീവിതമാർഗമായി തെരഞ്ഞെടുത്ത അതുല്യ പക്ഷേ കേരളത്തിന് ഇന്നും അത്ര സുപരിചിതയല്ല. നമ്മുടെ അഭിമാനമാണ് ഈ 29-കാരി. അവധിക്ക് നാട്ടിലെത്തി ഉടൻ തന്നെ ദക്ഷിണാഫ്രിക്കയിലെ കടലിനടിയിൽ ജോലിയിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ന്യൂസ് 18 പട്ടാമ്പി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.